ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. ഞമ്മപ്പം വന്നിട്ടുള്ള ഒരു അടിപൊളി ഡിഷിൻ്റെ റെസിപ്പി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് ഉണ്ടാക്കാം ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ വെയിറ്റ് ചെയ്യുന്ന പക്ഷെ നമ്മൾ എല്ലാം മോള് കറന്നിട്ട് അവൾക്ക് പാല് വന്നിട്ട് കഴിഞ്ഞിട്ട് അവൾ പാലോട് കാണ്ടി പോയപ്പോൾ തന്നെ ഉമ്മ അവിടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ഗൈസ്. അപ്പം നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പരിപ്പും അതുപോലെ നമ്മളെ ചുവന്നുള്ളിയും പച്ചമുളകുമാണ് നമ്മളിതിൽ ഇട്ടിട്ടുള്ളത്. കുക്കറിൽ നമ്മൾ സ്റ്റവ് ഒന്നും കത്തിച്ചിട്ടില്ല. നമ്മൾ പരിപ്പും അതുപോലെ ചുവന്നുള്ളിയും പച്ചമുളകും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി സാമ്പാർ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡിഷും കൂടിയാണ്. എൻ്റെ ഫേവററ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി സാമ്പാർക്ക്. മറ്റേ സാമ്പാറിനേക്കാളും ഈ ഒരു സാമ്പാർ കൂട്ടി തുടങ്ങിയപ്പോഴേ എനിക്ക് ഉള്ളി സാമ്പാറായിട്ട് ഇഷ്ടമായത്. കാരണം മറ്റേ സാമ്പാറിനേക്കാളും എനിക്ക് ഇഷ്ടമാണ് മറ്റേ ഇവിടെ ഉമ്മയുടെ സാമ്പാറിന് അല്ലെങ്കിൽ ഇവിടെ ഫാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ ഉമ്മയുടെ സാമ്പാർ നല്ല ടേസ്റ്റ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം ഉമ്മയുടെ സാമ്പാർ. ഇപ്പം അതെ എന്താ പറയുക, ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടെ ഉള്ളി സാമ്പാർ നമുക്ക് കടന്നിരിക്കുകയാണോ ഞങ്ങൾ. മറ്റേ സാമ്പാറും കുറച്ചായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഉള്ളി സാമ്പാർ കൂട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതിന് ശേഷം പിന്നെ അത് ഉള്ളി സാമ്പാർ തന്നെയായി മാറി ഇവിടെ. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ തക്കാളി കുറച്ച് വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഉമ്മ എല്ലാത്തിനും തക്കാളി കുറച്ച് വലുതാക്കിയിട്ടാട്ടോ കട്ട് ചെയ്യുക. ഞാൻ എല്ലാത്തിലും കുനുകുനാമിട്ടാണ് കട്ട് ചെയ്യുക, കുഞ്ഞു കഷ്ണമായിട്ടാണ് ഞാൻ തക്കാളി എല്ലാത്തിലോട്ടും കട്ട് ചെയ്യാറ് കേട്ടോ. ഇപ്പോൾ ഉമ്മ ഇവിടെ വലുതാക്കിയിട്ട് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള മുളകും പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ പച്ചമുളകൊക്കെ ഞാൻ കുറച്ചേ ഇടുള്ളൂ, കാരണം എനിക്ക് വല്ലാണ്ട് ഞാൻ അങ്ങനെ എരിവുണ്ടാക്കില്ല. എന്നെ ഞങ്ങളോടെ ആദ്യമല്ല ഞാൻ അപ്പം മമ്മീനെ എരിവുണ്ടായാലും അവനക്ക് ഇഷ്ടമില്ല. അതാണ് അങ്ങനെ കറി കൂട്ടല്ലേ, എല്ലാം മോൾക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടണമെന്ന് ഞാൻ വലിയ എരിവിടെ. പക്ഷേ ഞങ്ങളോടെ നല്ലോണം എരിവും പുളി എല്ലാം ഞങ്ങളെ വീട്ടിൽ വേണം കേട്ടോ. അപ്പോൾ ഇവിടെ എരിവ് വേണ്ട കാരണം ഇവിടെ 3 പച്ചമുളകും പിന്നെ നല്ല ആവശ്യത്തിന് മുളകും പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ഉള്ളി സാമ്പാറിൽ ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ അടുപ്പിലോട്ട് വെക്കാം കേട്ടോ. നമ്മുടെ സ്റ്റൗവിലോട്ട് മാറ്റി വെക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കിതിന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് 2 വിസിലടിഞ്ഞാൽ മതി കേട്ടോ. 2 വിസിലാകുമ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് ഉണ്ടായിരിക്കണം എന്നല്ല ആവും. ഞങ്ങളിവിടെ 2 വിസിലാകുമ്പത്തിനും എടുക്കാറുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. സാമ്പാർ പൊടി ഇവിടെ മറ്റേ സാമ്പാറിനൊക്കെ ഇവിടെ വറുത്തിട്ടൊക്കെയാണ് സാമ്പാർ പൊടി ഇടുക. ഇവിടെ ഇതിലങ്ങനെ ഒന്നല്ല. അങ്ങനെ സാമ്പാർ നമ്മളിവിടെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാറ്. ഇവിടെ എൻ്റെ ഉമ്മാക്ക് ബ്രാഹ്മിൻസേ പറ്റൂ സാമ്പാറിന്. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് എൻ്റെ ഉമ്മാക്ക് ഇന്ന മസാല പൗഡർ അങ്ങനെ ബ്രാൻഡ് ഇങ്ങനത്തെ സാധനം തന്നെ വേണമെന്നുണ്ട്. കാരണം ടേസ്റ്റ് അതിൻ്റെതാണ് ഇവിടെ ഇഷ്ടം ഉമ്മാക്ക്. അപ്പോൾ ഉമ്മ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി ഇവിടെ ഉമ്മ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറിൽ സാമ്പാർ പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വല്ലാണ്ടാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഉള്ളി ഒന്ന് ഉടച്ച് കളയേണ്ട കേട്ടോ. നമുക്ക് ആ ഉള്ളിയൊക്കെ നമ്മൾ ചോറിൽ കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കാനുള്ള വേണം. ഉള്ളി അങ്ങനെ ഉടഞ്ഞ് വന്നാൽ നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം ഉണ്ടല്ലോ, പുളി പിഴിഞ്ഞ വെള്ളം, പുളിവെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പുളിച്ചിട്ട് ടേസ്റ്റിനായില്ല. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കുറഞ്ഞു പോയി എന്നാണ് പുമ്മത വീണ്ടും എന്നോട് ഒഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നല്ലപോലെ വിസിലാടി നമ്മൾ ഉള്ളിയൊക്കെ ബ്ലീ ആയിട്ട് പോട്ടോ. പിന്നെ നമുക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഉള്ളി ഇങ്ങനെ കിട്ടണം, അങ്ങനെ എടുക്കണം നമ്മളെ ഉള്ളിയിൽ. അതാണ് അതിൻ്റെ ടേസ്റ്റ് കണ്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാമ്പാർ ഇനി താളിക്കാം. അതായത് നമ്മൾ കടുക് പൊട്ടിക്കാം. അതിലും കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായി. നമുക്ക് ഇനി എന്തൊക്കെ ഇടാം നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ സാമ്പാറിൻ്റെ ലാസ്റ്റ് പരിപാടി അതെന്തൊട്ടാ നമ്മൾ കടുക് പൊട്ടിക്കില്ല. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിലോട്ട് കടുക് ഇടാം കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഉള്ളി സാമ്പാർ അടിപൊളി ടേസ്റ്റ് ആട്ടോ. കുറേ പേർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും, കൂട്ടുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ ഇപ്പോഴത്തെ മുതലായിട്ട് ഉള്ളി സാമ്പാറൊക്കെ ഫുഡിൽ കൂടെ കഴിച്ചു തുടങ്ങിയത്. ഞങ്ങളോട് ഇങ്ങനെ ഉണ്ടാക്കാറില്ല ഉള്ളി സാമ്പാർ. ഞങ്ങളോട് നമ്മൾ സാമ്പാർ ഭക്ഷണമൊക്കെ ഇട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഉമ്മാടെ സാമ്പാറിന് കുറേ ഫാൻസ് ആയിട്ട് കിട്ടും. ഉമ്മാടെ സാമ്പാർ അടിപൊളിയാണ്. അപ്പോൾ അത് ഉള്ളി സാമ്പാറും അടിപൊളിയാണ്, സൂപ്പറാണ്. ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ, ശരിക്കും പറയണതാണ്, ഒന്നും പറയത്തില്ല. അതാണ് കേട്ടോ ഉമ്മ. പിന്നെ ഇതിലോട്ട് ഇട്ടുള്ളത് വെളുത്തുള്ളി നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകിലോട്ട്. ഇനി നമ്മളിൽ എന്തൊക്കെ ഇട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഉലുവ, വേപ്പില, കടുക്
ഇതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സാമ്പാർ താളിക്കുക, അതായത് നമ്മൾ കടി പൊട്ടിക്കുക. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിങ്ങനെ നമ്മളിത് ഈ സാമ്പാർ ഉണ്ടാക്കിയതുണ്ട് അതിലോട്ട് ഇടാണ്ട് വെച്ചു കേട്ടോ. നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് അങ്ങനെ നമ്മുടെ സാമ്പാറിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. മല്ലിയിലല്ലമ്മ. അങ്ങനെ ഗൈസ് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലിനി മല്ലിയിലയും കൂടി ഇടണം കേട്ടോ. ഇതാണ് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളി സാമ്പാർ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സാമ്പാർ. ഓക്കെ, നമുക്ക് കഷ്ണങ്ങളൊന്നും കിട്ടിയില്ല. ഇന്ന് ഇവിടെ സത്യം നല്ല മഴയാണ്. എല്ലാവർക്കും ഇപ്പം ഫുള്ള് നല്ല മഴ തന്നെയാണ് അല്ലേ. അപ്പോൾ മീൻകാരൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയത്. സാമ്പാർ കഷ്ണമല്ല, ഇവിടെ ഉള്ളി സാമ്പാറാണ് ഇപ്പം ഇഷ്ടം. അപ്പം ഞാൻ വളനുമ്മ ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയാൽ മതി, മറ്റേ സാമ്പാറുകളൊന്നും. അപ്പം നോക്കി നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം എന്നിട്ട് ഉള്ളി സാമ്പാർ ഉണ്ടാക്കി. അപ്പം ഞാൻ നിങ്ങളായിട്ട് അത് വിശേഷങ്ങളും ഉള്ളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു. നേരത്തെ ഇഷ്ടമെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക. പിന്നെ മല്ലിച്ചപ്പ് ഉള്ളവർക്ക് മല്ലിച്ചപ്പ് ഇടാം കേട്ടോ. ഇവിടെ മല്ലിച്ചപ്പും ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മേടിക്കാനത്. അപ്പോൾ മല്ലിച്ചപ്പ് കൂടി ഇട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.